ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ നോക്കാൻ. അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സച്ചിയും രേവതിയും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അതായത് എന്ന് പറഞ്ഞാൽ പോലീസിന് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ കാറ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ ആദ്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു ഷോർപ്പിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാ സാറേ കാശ് എന്ന് പറഞ്ഞ് സാറിൻ്റെ കയ്യിൽ കാശ് കൊടുത്തു. ഇനി എൻ്റെ ചാവി തരുമോ സാർ എന്ന് ചോദിച്ചപ്പോൾ ചാവി കൊടുത്തു പോലീസ്. അങ്ങനെ അവന് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ അവൻ എന്തിനേക്കാളും എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്ന ഒരു സംഭവമാണ് അവൻ്റെ കാറ്. അപ്പോൾ ആ കാറ് പോയതിൽ അവന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാറ് കിട്ടിയത് നല്ല അതിയായി സന്തോഷിക്കുന്നു. അവനും മറ്റുള്ളവരും ഒക്കെ നല്ല സന്തോഷത്തിലാണുള്ളത്. ചാവി കിട്ടിയതിന് ശേഷം അവൻ ചോദിക്കുകയാണ്, ഇനി കേസൊന്നും ഉണ്ടാവില്ലല്ലോ സാർ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മ വയസ്സാം കാലത്ത് സമ്പാദിച്ചുണ്ടാക്കിയ ക്യാഷാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കോടതിയൊന്നും കയറി ഇറങ്ങാനൊന്നും അതും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് കേസൊന്നും ഉണ്ടാവില്ലല്ലോ സാർ എന്ന് ചോദിക്കുകയാണ് അവന്. അപ്പോൾ സാറ് പറയാണ്, ഇല്ല ഇനി പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കൂടെ തന്നെ പോലീസ് പറയാണ്, നിൻ്റെ കയ്യിലിരിപ്പ് നന്നായാൽ നിനക്ക് നല്ലത്. ഇനി ആരെയെങ്കിലും തല്ലിയാൽ പിടിച്ച് അകത്തിടും ഞാൻ എന്നും പറഞ്ഞ് പോലീസ് പോയി അവിടെ നിന്ന്. അപ്പോഴേക്കും അതിനുശേഷം മറ്റേ വനിതാ പോലീസ് ഉണ്ടല്ലോ, ഇവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തേ. ആ വനിതാ പോലീസ് വന്നിട്ട് പറയാണ്, കാറിൻ്റെ കീ കിട്ടിയല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, കീ കിട്ടി മേഡം, വളരെ ഉപകാരം മേഡം, നല്ല കാര്യം മേഡം എന്നെല്ലാം പറഞ്ഞ് അവരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ മേഡം പറയാണ്, ക്യാഷ് കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കാതെ പോലീസ് കേസ് എടുത്തതാണെങ്കിൽ കോടതിയിൽ പോവുക, നിങ്ങൾക്ക് ഒരുപാട് തവണ കയറി ഇറങ്ങുകയോ ഒക്കെ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ക്യാഷ് കൊടുത്തതിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി പറയാണ്, അറിയാം മേഡം, ഒരുപാട് നന്ദിയുണ്ട് മേഡം എന്ന് പറഞ്ഞ് കൈ കൂപ്പുകയാണ്. അതിനിടയിൽ സച്ചി പോയിട്ട് അവൻ്റെ കാറൊക്കെ നോക്കി സങ്കടപ്പെടുകയാണ്. സന്തോഷം ഒരു ഭാഗത്തും സങ്കടം ഒരു ഭാഗത്തും ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് പിടിച്ചതിൻ്റെ വിഷമോ, പിന്നെന്ന് പറഞ്ഞാൽ അവനെ അടികിട്ടിയതിൻ്റെ നല്ലൊരു ക്ഷീണമുണ്ട്. അപ്പോൾ അത് ഒരു ടർക്കി എടുത്ത് കാറ് നന്നായിട്ട് തുടക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേദനയും ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, വേദനയുണ്ടോ എന്ന്. അവന് ചുമയൊക്കെ അതും വരുന്നുണ്ട്. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലോണം അടികിട്ടിയെന്ന് തോന്നുന്നു. ഏട്ടൻ വണ്ടി എടുക്കുക, നമുക്ക് പോവാം, രേവതി വാ കയറി, രേവു വാ കയറി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശ്രീകാന്ത് എല്ലാവരെയും വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അവനാണെങ്കിൽ തീരെ വയ്യ സച്ചി എന്നിട്ടും കാറ് തുടക്കുകയൊക്കെ ചെയ്യാണ്. കാറിൽ കയറിയിരുന്ന് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കാറ് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അവൻ പറയുകയാണ്, സ്റ്റാർട്ടാവുന്നില്ല. രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്ന്. ഒരു കുഴപ്പവും ഇല്ലാത്ത വണ്ടിയായിരുന്നല്ലോ, എന്ത് പറ്റി? അപ്പോൾ അവൻ പറയാണ്, സ്റ്റാർട്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അതിൻ്റെ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് സംഭവമൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ പോലീസ് ആദ്യമേ ദേഷ്യത്തിലുണ്ടായിരുന്ന ആ പോലീസ് ഒളി കണ്ടിട്ട് അവിടെ നിന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അയാൾ വണ്ടിക്ക് എന്തോ പണി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, ഏട്ടാ പരിചയമുള്ള ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഒന്ന് വരാൻ വേണ്ടി പറ. എന്തായാലും പോലീസുകാർ പണി കൊടുത്ത തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് മാറി നിന്നിട്ട് മറ്റേ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്, കാർ അനങ്ങുന്നില്ല എന്ന്. അപ്പോൾ മറ്റേ പോലീസ് പറയുകയാണ്, എങ്ങനെ അനങ്ങും എന്ന് പറഞ്ഞവർ പരിഹസിച്ചിരിക്കുകയാണ്. സച്ചി, കാറ് പോലീസ് സ്റ്റേഷനിലായിരുന്നോ? അതെ, പോലീസ് സ്റ്റേഷനിലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കാറിനകത്ത് രണ്ടാൾ കഞ്ചാവ് വെച്ച് കടത്താൻ വേണ്ടി നോക്കി. മഹേഷ് ആയിരുന്നു വണ്ടി ഓടിച്ചത്, ഞാനല്ല ഓടിച്ചത് എന്ന് പറയാണ്. അപ്പോൾ വണ്ടി നന്നാക്കാൻ വേണ്ടി വന്ന അയാൾ പറയുകയാണ്, കാറിന് വളരെ മോശം കണ്ടീഷനാണ്, എൻജിന് തകരാറായിട്ടാണ് ഉള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി വല്ലാതാവുന്നുണ്ട്. എല്ലാം ഡാമേജ് ആക്കി വെച്ചിരിക്കുക. ഡാമേജ് ആക്കുവാനോ? മൊത്തം പണിയാക്കിയിരിക്കുക. എന്തായാലും കാറ് പോലീസ് സ്റ്റേഷനിലാണെന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ മൊത്തമായിട്ട് അവർ പണിയാക്കിയതാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏട്ടൻ പോലീസിനെ തല്ലിയിരുന്നു, SIയെ തല്ലിയിരുന്നു. അപ്പോൾ അതിനിടെ സച്ചി പറയാണ്, അതിന് കാറ് തകരാറിലാക്കുകയാണോ വേണ്ടത്? കളിക്കുകയാണോ അവർ? വിടില്ല ഞാൻ അവരെ എന്ന് പറഞ്ഞ് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ഓടി കയറുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ പിടിച്ചു വെക്കുകയാണ്. എൻ്റെ കാറിലാണ് അവർ പറഞ്ഞു വെച്ചത്, എന്നിട്ട് എന്നെ എന്നെ വിടാതിരിക്കുന്നത്? ഏട്ടാ അത് വിട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പണി കഴിഞ്ഞിട്ട് വരികയാണ്, അപ്പോൾ വീണ്ടും പണിയാക്കി വെക്കല്ലേ ഏട്ടാ എന്ന് പറയുകയാണ് നമ്മളെ ശ്രീകാന്ത്. കാറിൻ്റെ അവസ്ഥ കണ്ടില്ലേടാ, SI അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാക്കാൻ ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഓടുകയാണ്. രേവതിനെ കൊണ്ട് ആവുന്നിടത്തോളം രേവതി പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കി. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ കൈ കുതറിയിട്ട് വീണ്ടും പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവന് ജീവൻ്റെ തുല്യമായിരുന്നു അവൻ്റെ കാറ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനെ പണിയാക്കിയ സ്ഥിതിക്ക് അവൻ വെറുതെ വിടില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവനിക്ക് തീരെ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ വണ്ടി നന്നാക്കാൻ വന്ന ആൾ പറയുകയാണ്, എന്താ സച്ചി ഇത്, കുറച്ച് ക്ഷമിക്ക്.
ഇനിയിപ്പം നീ ചോദിക്കാൻ ചെന്നാൽ തന്നെ അവർ വീണ്ടും നിന്നെ പിടിച്ച് അകത്തിടുകയാൻ. അതിന് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്കത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയും. ഇനിയിപ്പോൾ ചോദിക്കാൻ ചെന്നാൽ തന്നെ നിന്നെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് നിന്നെ അവർ പിടിച്ച് ജയിലിടും വീണ്ടും. അപ്പോൾ പിന്നെയും പ്രശ്നമാവുകയാണ്. അതുകൊണ്ട് നീ ക്ഷമിക്ക്. നീ ഈ വണ്ടി എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സഹായത്തോടെ എൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ വേണ്ടി നോക്ക്. ഇനിയിപ്പോൾ ഇത് നന്നാക്കുകയാണെങ്കിൽ തന്നെ 1,00,000 രൂപ തന്നെ വേണ്ടി വരും. വീണ്ടും സച്ചി പറയാണ്, ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വീണ്ടും കുതിറി ഓടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ രേവതിയും നമ്മളെ ശ്രീകാന്തും കൂടിയിട്ട് പിടിച്ചു വെക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട ഏട്ടാ ഇനി വീണ്ടും പോവല്ലേ ഏട്ടാ, അവർ പിന്നെയും ചേട്ടനെ പിടിച്ചിട്ട് ജയിലിടും എന്ന് പറയാണ്. രേവതിയുടെ അനിയത്തിയും കൂടി പറയുകയാണ്, സച്ചിയേട്ട ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നു, നമുക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകാം. സച്ചിക്ക് ഭയങ്കര വിഷമം തോന്നി. സച്ചി പറയുകയാണ്, ഈ രാത്രി തന്നെ എങ്ങനെയെങ്കിലും വണ്ടി വർക്ക്ഷോപ്പിൽ എത്തിക്കണം. രേവതിയോട് സച്ചി പറയുകയാണ്, ശ്രീകാന്ത് പറയുകയാണ്, ഇതൊക്കെ ഏട്ടൻ്റെ തലയിലെഴുത്താണ്, അത് ഏട്ടത്തി കൂടി അനുഭവിക്കേണ്ട യോഗമുണ്ട്. അത് കഴിഞ്ഞ് രേവതിയുടെ അനിയത്തിയോട് പറയുകയാണ്, നീ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്, നിനക്ക് വീട്ടിൽ പോയിക്കൂടെ. അപ്പോൾ അവൾ പറയുകയാണ്, ഇതൊക്കെ എൻ്റെ ഏട്ടത്തിയുടെയും ഏട്ടൻ്റെയും കാര്യമില്ല, അപ്പം ഞാൻ കൂടി ചെയ്താൽ എന്താണ്. നിങ്ങൾ രണ്ടുപേരും പുറകെ വന്നോളൂ, ഞങ്ങൾ രണ്ടുപേരും തള്ളിക്കൊള്ളാം, ഞാനും ശ്രീകാന്തും. അപ്പോൾ രേവതി പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും മാത്രം തള്ളിയതിനെ കൊണ്ട് ഇത് പോവുമോ, നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളും കൂടി തള്ളാം. എന്നെക്കൊണ്ട് നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിയല്ലേ, സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, ബുദ്ധിമുട്ടോ, നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മളുടെ കടമയല്ലേ. സച്ചി ചോദിക്കുകയാണ്, നീ എന്തിനാ ഒറ്റയ്ക്ക് നാട്ടിൽ നിന്നും വന്നത്. അപ്പോൾ രേവതി പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ വരാതിരിക്കുന്നത്, എനിക്ക് എങ്ങനെ അവിടെ സമാധാനത്തോടു കൂടി നിൽക്കാൻ പറ്റും. ASPയുടെ വൈഫിനോട് ഏട്ടത്തി കരഞ്ഞു പറഞ്ഞു, അതാ അവർ സഹായിച്ചത്. ഏട്ടത്തി നന്നായിട്ട് പേടിച്ച്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി അച്ഛമ്മയുടെ അടുത്തുനിന്ന് വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ. ശ്രീകാന്ത് പറഞ്ഞു, അപ്പോൾ ഏട്ടത്തി ഇതുവരെ ഒന്നും കഴിച്ചില്ല. ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷേ ഏട്ടത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏട്ടനെ പുറത്തിറക്കാതെ ഒന്നും ഞാൻ കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സച്ചി പറയാണ്, എന്തെങ്കിലും കഴിക്കായിരുന്നില്ലേ, വിശക്കുന്നില്ലേ. വിശക്കുന്നുണ്ട്, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ കഴിക്കാനാ. നീ ഇനി തള്ളണ്ട, ഞങ്ങൾ തള്ളിക്കോളാം, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊരു ക്ഷീണവും ഇല്ല. പൂ കെട്ടുന്നവളാണല്ലോ, ബലം കാണില്ല, എളുപ്പം ക്ഷീണിക്കും എന്നൊന്നും കരുതണ്ട. അപ്പോൾ അവൾ പറയാണ്, ഭർത്താവിനൊരു പ്രശ്നം വന്നാൽ സ്നേഹമുള്ള ഭാര്യമാർ എല്ലാം മറക്കും. എനിക്കിപ്പോൾ വിശപ്പും ദാഹവും ഒന്നുമില്ല, നിങ്ങൾ പുറത്തിറങ്ങിയ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ചന്ദ്രയും, അതായത് മകനും സുധി, കല്യാണമുള്ള സുധി. അപ്പോൾ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ സുധി പറയാണ്, അമ്മ ഉറങ്ങുന്നില്ലേ. അപ്പോൾ അമ്മ പറയുന്നു, എങ്ങനെ ഉറങ്ങാനാടാ, എൻ്റെ 1,00,000 രൂപയല്ലേ പോയത്. അച്ഛൻ്റെ ദേഷ്യം അമ്മ കണ്ടതല്ലേ, കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ വിഷയമാവും, അതാ പിന്നെ ഞാൻ കൊടുത്തേ എന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മ പറയാണ്, ശ്രുതിക്ക് 10 പവൻ കൊടുക്കണം, അതിന് വെച്ച കാശിൽ നിന്നാണ് 1,00,000 രൂപ പോയത്. അപ്പോൾ ഇനി നീ എന്ത് ചെയ്യും അമ്മേ. ശ്രുതി പറയാണ്, ശ്രുതിക്ക് സ്വർണം കൊടുത്തേ പറ്റൂ. തിരിച്ച് എല്ലാവരും ഓട്ടോയിൽ തന്നെ വരുന്നത് കണ്ടിട്ട് അമ്മയും മകനും നോക്കുകയാണ്. അച്ഛൻ വന്ന് ചോദിച്ചു, എന്തേ കാറ് കിട്ടിയില്ലേടാ. കിട്ടി, കാറ് വർക്ക്ഷോപ്പിലാണുള്ളത്. കാറിന് എന്താ തകരാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിടാൻ. കാറ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അച്ഛാ, മെക്കാനിക്കിനെ വിളിച്ചിട്ട് കാറ് എടുക്കാൻ വേണ്ടി നോക്കി, എന്നിട്ടും ആവുന്നില്ല. കാറിനെ അവർ നല്ല പണിയാക്കിന്, കാറ് തള്ളിയാണ് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. കാറിനെ വല്ലാത്തൊരു രീതിയിലാക്കിയിട്ടാണ് തിരിച്ചു തന്നത്. കരുതി കൂട്ടി ചെയ്തതാ അച്ഛാ പോലീസുകാർ. കാറിന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കണമെങ്കിൽ അതിനും 1,00,000 രൂപയാവും. നാളെ ഇപ്പോൾ അവർക്ക് 1,00,000 രൂപ നൽകണം, അവർക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അമ്മ ആ കാറ് കൊണ്ടുപോയി വല്ല ആക്രിക്കടയിലും കൊടുക്ക്, ഇത്രയും കാശ് കൊടുത്ത് എടുക്കേണ്ട ഒരു സാധനം, ആ കാശ് വെറുതെ കളഞ്ഞതുപോലെയാവും. അപ്പോൾ സച്ചി അമ്മയടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളെ കാലും കൈയും ഒടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആക്രിക്കടയിലേക്ക് കൊണ്ടുപോയി തള്ളുക, അതോ കായലിൽ കൊണ്ടുപോയി ഇടുവോ. ചന്ദ്ര, നീ ഒന്നും മിണ്ടാതിരുന്നേ. എടാ മോനെ, കാറ് ശരിയാക്കി കിട്ടാൻ എത്ര ദിവസം എടുക്കൂടാ. അറിയില്ല അച്ഛാ. 1,00,000 രൂപ നൽകിയാലേ അവർ എന്തായാലും ജോലി തുടങ്ങുകയുള്ളൂ. കാറിൻ്റെ ഡ്യൂ കിട്ടണം, ലോൺ അടക്കണം, ചിട്ടി അടക്കണം എന്നൊക്കെയുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ഛാ. അപ്പോൾ അച്ഛൻ, എടാ നീ ഇങ്ങനെ വിഷമിക്കാതെ, നാളെ രാവിലെ 1,00,000 രൂപ നൽകണം, ഒരു വഴിയും കാണുന്നില്ലല്ലോ അച്ഛാ, രേവതി പറയാണ്. വൈകുന്തോറും കാറ് അവിടെ തന്നെ കിടക്കും. അച്ഛൻ അമ്മയെ ഒന്ന് നോക്കി. അപ്പോൾ അമ്മ പറയാണ്, എൻ്റെ കയ്യിലുള്ള കാശ് നോക്കണ്ട, എന്നെ നോക്കണ്ട, അത് ഇവൻ്റെ കല്യാണത്തിനുള്ള ക്യാഷാ. അച്ഛാ, ഞാൻ ബൈക്കിൻ്റെ RC വെച്ച് ക്യാഷ് വാങ്ങിച്ചോളാം, കാർ ഓടിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും അടക്കാൻ പറ്റില്ല. ഫിനാൻസർ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും, ഞാൻ എന്തായാലും ബൈക്ക് വെച്ച് ക്യാഷ് വാങ്ങിച്ചോളാം.
അപ്പോൾ അമ്മ മനസ്സിൽ പറയാണ്, രാശി കെട്ടവളല്ലേ കൂടെയുള്ളത്, പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ എന്താ ചന്ദ്രേ, നീ എന്താ പറഞ്ഞത്? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. സച്ചി, RC ബുക്ക് വെച്ചാലൊന്നും 1,00,000 രൂപ കിട്ടില്ല. ഏതിൽ കൈവയ്ക്കണ്ട എന്ന് വിചാരിച്ചോ അതിൽ തന്നെ കൈവയ്ക്കേണ്ടി വരികയാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേ? ഞാൻ വീടിൻ്റെ ആധാരം വെച്ച് 1,00,000 രൂപ വാങ്ങിക്കുക. സച്ചി, വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി നിങ്ങൾക്ക് ഞാൻ 1,00,000 രൂപ വാങ്ങിച്ചു തരാം. ഏയ്, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. അവൻ ബൈക്ക് വെച്ച് കാശ് വാങ്ങാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ആധാരം പണയപ്പെടുത്തുന്നത്? പറഞ്ഞല്ലോ, RC ബുക്ക് വെച്ചാലൊന്നും അത്രയും തുക കിട്ടില്ല. ആ കാർ ഇവൻ്റെ ജീവനാ. കാറിലെ പിന്നെ ഇവനെന്താ ചെയ്യുക? അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്രുതി കയറി പറയാണ്, അച്ഛാ, ആധാരം പണയം വെക്കരുത്, അതും ചെറിയൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി പറയാണ്, എടാ, നീ എനിക്ക് തരാനുള്ള ക്യാഷ് കൊണ്ടാ, എന്നാൽ പിന്നെ ഞാൻ അതിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് 1,00,000 രൂപ വർക്കിന് കൊടുക്കാമല്ലോ. എന്നാൽ പിന്നെ ഒന്നും പണയപ്പെടുത്തേണ്ടിയും വരില്ല. ക്യാഷ് ഇതാ. എന്താ, ക്യാഷില്ലേ തരാൻ വേണ്ടിയിട്ട്? എന്നാൽ പിന്നെ മിണ്ടാതിരുന്നോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് പറയാണ്, അച്ഛാ, ആധാരം പണയപ്പെടുത്തുന്നത് തന്നെ നല്ലത്, ക്യാഷ് അപ്പം തന്നെ കിട്ടുകയും ചെയ്യുമല്ലോ. അതെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ എന്നാൽ ആധാരം എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അച്ഛനെ പിടിച്ചുകൊണ്ട് അമ്മ പറയാണ്, അതെ, ആധാരം പണയപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ആധാരത്തിൽ കൈവെക്കാൻ ഞാൻ ഒരാളെയും വിടില്ല. അപ്പോൾ അച്ഛൻ പറയാണ്, എങ്കിൽ നീ 1,00,000 രൂപ എടുത്ത് അവന് കൊടുക്ക്. അമ്മ തന്ന കാശില്ലേ കയ്യിൽ, അതിൽ നിന്ന് 1,00,000 രൂപ എടുത്ത് കൊടുക്ക് നീ. ഇല്ല, അത് ഞാൻ കൊടുക്കില്ല. എന്നാൽ പിന്നെ ആധാരം പണയം വെക്കൽ തന്നെ ചെയ്യാം. എന്തായാലും അവൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയേ പറ്റൂ. മാറി നിൽക്കാം അങ്ങോട്ട്. മാറി നിൽക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞ് അച്ഛൻ ആധാരം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, ആധാരം അവിടെ കാണില്ല, അപ്പോൾ എവിടെ പോയി എന്ന് അന്വേഷിക്കും. ഒടുക്കം ഞാൻ പണയപ്പെടുത്തി എന്നറിയും, അതോടെ തീരും എല്ലാം. എൻ്റെ ദൈവമേ, ആധാരം പണയപ്പെടുത്തണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ വാക്കിന് ഒരു വിലയും അല്ലേ. അവൾ അച്ഛൻ്റെ കൂടെ തന്നെ ഓടി വന്നിട്ട് പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ചന്ദ്രൻ, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? കാറ് റിപ്പയർ ചെയ്യാൻ വേറെ ഒരു വഴിയുമില്ല. കാറില്ലേ പിന്നെ അവൻ എന്താ ചെയ്യുക? മാറ്, ഞാൻ ആധാരം എടുക്കട്ടെ. അയ്യോ, മാറ്, ഞാൻ ഇപ്പം എന്താ വേണ്ടത്? അവന് കാറ് റിപ്പയർ ചെയ്യാൻ പണം കൊടുക്കണം, അതല്ലേ വേണ്ടൂ? അത് ഞാൻ തരാം. അതെ, അമ്മ തന്ന കാശിൽ നിന്ന് തന്നെ 1,00,000 രൂപ ഞാൻ തരാം. അങ്ങനെ വഴിക്ക് വാ, വേഗം നീ കാശ് എടുത്തോണ്ട് അങ്ങോട്ട് വാ. അപ്പോഴാണ് നമ്മളെ ശ്രീകാന്ത് പറയാണ്, എന്താ അമ്മയ്ക്ക് പെട്ടെന്നൊരു മനംമാറ്റം വന്നത്? അമ്മ എന്താ കാശ് തരാമെന്ന് പറഞ്ഞത്? ഇതാ നിങ്ങളുടെ അമ്മ തന്ന ക്യാഷ് എന്ന് പറഞ്ഞ് അച്ഛനടിൽ കൊണ്ടു കൊടുക്കുകയാണ് 1,00,000 രൂപ എടുത്തിട്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു, എന്താ നിനക്ക് കല്യാണത്തിന് ചിലവുണ്ടാവില്ലേ? ആവശ്യം വരില്ലേ? പൈസ വേണ്ടേ? നിങ്ങൾ ആധാരം പണയപ്പെടുത്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാശ് തരുന്നത്. ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആധാരം പണയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ അതിൽ നിന്ന് എടുത്തു തന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കല്യാണത്തിന് ക്യാഷ് വേണ്ടേ? അത് ഞാൻ നോക്കിക്കോളാം. ഇതാ ക്യാഷ് വാങ്ങിച്ചോ, റിപ്പയർ ചെയ്ത് കാറ് പുറത്തെടുക്കാൻ നോക്ക്. എന്തായാലും നീ അത് പറഞ്ഞല്ലോ, സന്തോഷം. സച്ചി, ക്യാഷ് വാങ്ങിക്ക്. അപ്പോൾ സച്ചി, രേവതി ക്യാഷ് വാങ്ങിച്ചു വെക്ക്. രേവതി ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടി മടിച്ചു. അപ്പോൾ സച്ചി പറയാണ്, നീ എന്തിനാ വാങ്ങിക്കാൻ മടിക്കുന്നത്? ഇത് ഇവരുടെ ക്യാഷൊന്നുമല്ല, ഇത് നമ്മുടെ അച്ഛമ്മയുടെ ക്യാഷാണ്. അവളെല്ലാവരെയും നോക്കുകയാണ് മാറി മാറിയിട്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, വാങ്ങിച്ച മോളെ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ക്യാഷ് വാങ്ങിച്ചത്. സച്ചി, നീ പോയിട്ട് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി നോക്ക്. നല്ല ക്ഷീണമുണ്ട് നിനക്ക്. മോളെ നീ കൂടെ ചെല്ല്. അച്ഛാ. അങ്ങനെ എല്ലാവരും പോയി. അപ്പോൾ അവിടെ ശ്രുതിയും അമ്മയും മാത്രം തനിച്ചായി. അപ്പോൾ ശ്രുതി അമ്മയോട് ചോദിക്കുകയാണ്, അങ്ങനെ അതും പോയി, അമ്മ എന്ത് പണിയായി കാണിച്ചത്? എന്തിനാ അമ്മ ക്യാഷ് കൊടുത്തത്? വേറെ വഴിയില്ലടാ, എല്ലാം നീ കണ്ടതല്ലേ. ആധാരം പണയം വെക്കുക എന്ന് പറഞ്ഞാൽ അതും അവന് വേണ്ടിയിട്ട്. ശ്രുതിക്ക് എങ്ങനെ ഇനി സ്വർണവും ഡ്രസ്സും ഒക്കെ എടുക്കും? അമ്മ പറയാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണും, നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക് എന്ന് പറയാണ് അമ്മ ശ്രുതിയോട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെ രേവതി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അമ്മ അവളെ കണ്ടപ്പോൾ പറയാണ്, ഏത് സമയത്താണോ ഈ സാധനത്തിനെ കെട്ടിയെടുത്തത്? കൈ പണം നിൽക്കുന്നേയില്ല, പല വഴിക്കും പോവുക. അവൾ തിരിഞ്ഞു നിന്നിട്ട് ഒന്നും മെല്ലനെ ശ്രദ്ധിക്കുകയാണ് അവർ പറയുന്നത് തന്നെ കേട്ടിട്ട്. അവൾ കുറച്ച് സമയം അവിടെ തന്നെ നിന്നിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. അവൾക്ക് വല്ലാതെ വിഷമായി. അമ്മ മോനോട് പറയാണ്, എന്നിട്ട് അവൾ അങ്ങോട്ട് പോയി അടുക്കളയിലേക്ക്. അപ്പോൾ അമ്മ മകനോടുത്ത് പറയാണ്, മോൻ ചെല്ല്. അമ്മ പിന്നെ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പണയപ്പെടുത്തിയ ആധാരത്തിന്മേൽ 1,00,000 രൂപ കൂടി എടുക്കാം എന്നൊക്കെയാണ് അമ്മ പിന്നെ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് രേവതി ബെഡ്റൂമിൽ പോയിട്ട് അളമാരിയിൽ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സച്ചി അവളടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ പോലീസുകാർ അടിക്കുന്നതിൻ്റെ ഇടയിൽ നീ എൻ്റെ ഇടയിൽ ചാടി വീണത്? നിനക്കായിരിക്കില്ലേ അടി കിട്ടുക? നിനക്ക് എവിടെയെങ്കിലും കൊണ്ടിരുന്നെങ്കിലോ? അത് നിങ്ങളെ അവരടിക്കുന്നത് തല്ലുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റിയില്ല.
അപ്പോൾ അവൾ വന്ന് കട്ടിലിരുന്നിട്ട് അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയാണ്, ആ കുട്ടിക്ക് സഹായിക്കാൻ തോന്നിയത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജയിലിൽ തന്നെ കിടന്നേനെ. ഏത് കുട്ടിയെ സഹായിച്ചത്? അപ്പോൾ രേവതി പറയാണ്, ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ടാണ് അവൾ. കൂടുതലൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം ചെന്ന് ആ കുട്ടിയോട് എനിക്ക് നന്ദി പറയണം. കെട്ടവർ മാത്രമല്ല നല്ലവരും ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലായില്ലേ? എനിക്കിത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. എൻ്റെ അച്ഛമ്മ വാങ്ങിത്തന്ന കാറാണത്. എൻ്റെ എല്ലാമാണത്. എല്ലാം ഇങ്ങനെയായില്ലേ? ഒരു കാറായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ അതിനെ കണ്ടത്. നമുക്ക് ഭക്ഷണം തന്ന വണ്ടിയാണത്. അവർ കാറിൻ്റെ എല്ലാ ഭാഗവും തകരാറിലാക്കി വെച്ചിരിക്കുകയല്ലേ. വണ്ടിയുടെ പാർട്സൊക്കെ ഊരിയെടുത്ത് അതെല്ലാം നശിപ്പിച്ചു. കാണുമ്പോൾ എനിക്കുണ്ടല്ലോ എൻ്റെ ശരീരം മൊത്തം പിച്ചിച്ചീന്തിയതുപോലെ എനിക്ക് തോന്നുന്നത്. ഇതാരാണെങ്കിലും വെറുതെ വിടില്ല ഞാൻ അവനെ. ഓട്ടം വിളിച്ചിട്ട് കാറിനകത്ത് കഞ്ചാവ് കിടത്തിയവനെയും ഞാൻ വെറുതെ വിടില്ല. അതാരാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? രേവതി ചോദിക്കുന്നു. ഇല്ല, അതാരാണെങ്കിലും ഞാനത് കണ്ടെത്തും. നാളെ മുതൽ അതിൻ്റെ പുറകെ ആയിരിക്കും ഞാൻ. ഇത് കേട്ടപ്പോൾ രേവതി ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നുപോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത കഥയുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ തിങ്കളാഴ്ച വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.